1 യോഹന്നാൻ 2:16 പറയുന്നുണ്ട്, നമ്മുടെ ജഡാശക്തിയെപ്പറ്റി, കണ്ണാശക്തിയെപ്പറ്റി, കണ്ണിൻ്റെ ദുരാഗ്രഹത്തെപ്പറ്റി. ജഡത്തിൻ്റെ ദുരാഗ്രഹം, കണ്ണിൻ്റെ ദുരാഗ്രഹം, ജീവിതത്തിൻ്റെ അഹന്ത. നമ്മളെ ദൈവവചനം പറയുന്നതാണ്, നീ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കാതെ നിൻ്റെ സ്വന്തം ശക്തിയിൽ, നിൻ്റെ തീഷ്ണതയിൽ മാത്രം. അനേകം പേർക്ക് അതാണ് ഉള്ളത്, തീഷ്ണത മാത്രമേ ഉള്ളൂ. തീഷ്ണതയിൽ മാത്രം നിൻ്റെ സ്വന്തം ശക്തിയിൽ നീ മുമ്പോട്ട് പോയാൽ നീ ഈ ശത്രുക്കളോടൊക്കെ നീ സമാധാനം പറയാം. അതായത് നിൻ്റെ ജീവിതത്തിൽ നീ ഒരു കോംപ്രമൈസ് കൊണ്ടുവരും. യോഹന്നാൻ സുവിശേഷത്തിൽ 13 ഞാൻ വചനങ്ങൾ വായിപ്പിക്കുന്നില്ല, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 13 അധ്യായത്തിൻ്റെ 36 തൊട്ട് 38 വരെ വായിച്ചാൽ നമ്മൾ കാണും. അവിടെ യേശു പറയുന്നുണ്ട്, പത്രോസിനോട് പറയുന്നുണ്ട്, ഞാൻ പോകുന്നിടത്തോട്ട് നിനക്ക് വരുവാൻ സാധിക്കത്തില്ല. അത് യേശു ഇങ്ങനെ പറയുന്നുണ്ട്. 36 പത്രോസ് ചോദിക്കും, കർത്താവേ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ കർത്താവ് പറയും, ഞാൻ പോകുന്നിടത്തോട്ട് നിനക്ക് ഇപ്പോൾ വരുവാൻ സാധിക്കത്തില്ല, പിന്നീട് നിനക്ക് വരുവാൻ സാധിക്കും. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇല്ല കർത്താവേ, ഞാൻ നിൻ്റെ കൂടെ വരും, എൻ്റെ ജീവൻ ബലി കഴിക്കണമെങ്കിലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന്. അപ്പോൾ യേശു പത്രോസിൻ്റെ മുഖത്ത് നോക്കിച്ച് പറഞ്ഞു, പത്രോസേ, നിനക്ക് നല്ല ശക്തിയുണ്ട്, നീ നല്ലൊരു മുക്കവനാ, നീ പങ്കാ പിടിച്ച് നിൻ്റെ കൈക്കൊക്കെ നല്ല ശക്തിയുണ്ട്, നീ കടപ്പുറത്ത് മീനിന് വില പേശി നീ മറ്റുള്ളവരെ നിന്ന് നീ പണമൊക്കെ സമ്പാദിക്കാൻ നീ മിടുക്കനാണ്. പക്ഷേ ഈ മിടുക്ക് കൊണ്ട് നിനക്ക് എന്നെ അനുഗമിക്കാൻ സാധിക്കത്തില്ല. നിനക്ക് ഈ ശക്തി കൊണ്ട്, നിൻ്റെ ഈ തടിമിടുക്ക് കൊണ്ട് നിനക്ക് എന്നെ 3 പ്രാവശ്യം ഒറ്റിക്കളയാനേ സാധിക്കത്തുള്ളൂ. അതാണ് 38-ാമത്തെ വചനത്തിൽ പറയുന്നു, വിൽ യു ലേ ഡൗൺ, നീ എനിക്ക് വേണ്ടി ജീവൻ, അവിടെ ക്വസ്റ്റ്യൻ മാർക്കാ, നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കാ. ഞാൻ നിന്നോട് സത്യമായിട്ടും പറയുന്നു, നീ എന്നെ ഈ കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം ത്യജിക്കത്തേ ഉള്ളൂ. അതായത് നിൻ്റെ സ്വാഭാവികമായ നിൻ്റെ ജഡത്തിലെ ബലം കൊണ്ട് നീ എന്നെ ഏറ്റു പറയത്തില്ല, നീ എന്നെ തള്ളി പറയത്തേ ഉള്ളൂ എന്ന് യേശു പറഞ്ഞത്. പൗലോസ്ലിയ പറയുന്നുണ്ട്, 2 യോഹന്നാൻ്റെ 1:8 തൊട്ട് 10 വരെ ഒന്ന് വായിക്കാവോ? 2 കൊറിന്ത്യർ 1:8 തൊട്ട് 10 വരെ. സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അത്ര ഗൗരവമേറിയ ഒരു വിപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു, തുടർന്നും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. പൗലോസ് പറയാണ്, അവർ ഏഷ്യയിൽ വെച്ച് അവർക്ക് ഉണ്ടായ അനേക പീഡാനുഭവങ്ങളെ പറ്റി. കഠിനമായ ഒരു പോരാട്ടമായിരുന്നു. ഞങ്ങൾ മരിക്കുന്ന നല്ലതെന്ന് വരെ അവന് തോന്നി. എന്നിട്ട് പൗലോസ് പറഞ്ഞത്, എന്തിനാണ് ഈ കഷ്ടതയിൽ കൂടെ ദൈവം അനുവദിച്ചത്? അവനെ ആശ്രയിക്കാനായിട്ട്. മരിച്ചു പോകുന്ന അവസ്ഥ, മരിച്ചാൽ മതിയെന്ന് വരെ അവർ ചിന്തിച്ചു. അതെല്ലാം ദൈവം അനുവദിച്ചത് ഞങ്ങളെ ദൈവത്തെ ഒന്ന് ആശ്രയിക്കാനായിട്ട്. അങ്ങനെ ദൈവത്തെ ആശ്രയിച്ചപ്പോൾ അവൻ ഞങ്ങളെ വിടുവിച്ചു. അങ്ങനെ ആശ്രയിച്ചപ്പോൾ ഇന്ന് വിടുവിച്ചവൻ നാളെ വിടുവിക്കും, അവൻ എന്നും വിടുവിക്കും. പൗലോസും കൂട്ടരും ശുശ്രൂഷയ്ക്ക് പോയതാ. ആ ശുശ്രൂഷയ്ക്ക് പോയ പൗലോസ് അവൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറഞ്ഞാണ്, ദൈവത്തെ ആശ്രയിക്കാനായിട്ട് അവൻ മരിക്കാൻ തോന്നാത്തക്കവണ്ണമുള്ള പീഡനങ്ങളിൽ കൂടെ അവൻ പോയി. അത് പറഞ്ഞ് ദൈവം ഞങ്ങൾ അവനെ ആശ്രയിക്കാനായിട്ടാണ് ഇതെല്ലാം നടത്തിയെന്ന്. സ്വാഭാവികമായ നമ്മുടെ ശക്തിയിൽ, നമ്മുടെ തീഷ്ണതയിൽ മാത്രം ദൈവ ശുശ്രൂഷയിൽ നിലനിൽക്കാൻ സാധിക്കത്തില്ല. അനേകം പേര് ദൈവ ശുശ്രൂഷയിലോട്ട് ഇന്ന് കടക്കും, നാളെ നോക്കുമ്പോൾ അവർ ആ സ്ഥാനങ്ങളിൽ കാണത്തില്ല. അവർ വീണ്ടും ലോകത്തിലോട്ട് മടങ്ങുന്നതായിട്ട് നമ്മൾ കാണും. ജഡം പ്രവർത്തിച്ചതുകൊണ്ട്, തീഷ്ണത മാത്രം മുതൽക്കൂട്ടായിട്ടുള്ളത് കൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്നില്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചില്ല, ദൈവ ആലോചന ചോദിക്കാതെ ശുശ്രൂഷകളിലോട്ട് കടന്നുകൊണ്ട്. എന്നാൽ പത്രോസിനോട് യേശു യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 18ഉം 19ഉം ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇതവൻ പറഞ്ഞത് ഏതുവിധമുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. ഹല്ലേലൂയ. പത്രോസ് 13-ാം അധ്യായത്തിൽ യേശുവിനോട് പറഞ്ഞു, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു,
ഞാൻ പോകുന്നിടത്തോട്ട് നിനക്ക് വരാൻ സാധിക്കത്തില്ല ഇപ്പോൾ, എന്നാൽ പിന്നീട് നീ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്ന യേശു 19-ാം അധ്യായത്തിൽ വന്നപ്പോൾ പത്രോസോട് പറഞ്ഞു, പത്രോസേ, നീ ആഗ്രഹിക്കാത്ത സ്ഥലത്തോട്ട് ഒരുവൻ നിന്നെ കൈ പിടിച്ചു കെട്ടി കൊണ്ടുപോകും, അത് അവൻ്റെ മരണത്തെ പറ്റിയാണ് പറഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്നു. യേശുവിനെ ക്രൂശിക്കപ്പെട്ടപ്പോൾ തല നേരെയായിരുന്നു. പത്രോസിനെ ക്രൂശിക്കപ്പെട്ടപ്പോൾ തല കീഴ്പോട്ടാക്കി. യേശുവിനേക്കാളും വേദനകരമായ ഒരു കുരിശുമരണമായിരുന്നു പത്രോസിൻ്റെ. പക്ഷേ അന്ന് പത്രോസിനില്ലാഞ്ഞ ഒന്നിപ്പോൾ പത്രോസിനുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ. അതുകൊണ്ട് അതിനേക്കാളും കഠിനമായ ഒരു മരണത്തിലൂടെ കടന്നു പോകാനായിട്ടുള്ള ആ ആത്മബലം ദൈവം പത്രോസിന് കൊടുത്തു. അതാ ദൈവം അന്നേരം പറഞ്ഞ, എടാ പത്രോസേ, ഇപ്പോൾ നിനക്ക് നിന്റെ ശക്തിയിൽ, നിന്റെ തീക്ഷ്ണതയിൽ നിനക്ക് എന്നെ ഒറ്റിക്കൊടുക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. എന്നാൽ ഒരു നാൾ വരും നിന്നെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാതെ ഒരുവൻ നിന്റെ കൈ കൂച്ചിക്കെട്ടുമെന്ന് പറഞ്ഞത്. അതായത് ജഡത്തിൻ്റെ ഇഷ്ടമൊക്കെ കളഞ്ഞിട്ട് ദൈവഹിതത്തിൽ പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴികളിൽ കൂടെ നടക്കുന്ന സാഹചര്യം വരും. അന്ന് നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉള്ളതുകൊണ്ട് നിനക്ക് എന്നെ അനുഗമിക്കാൻ സാധിക്കും. നീ എന്നെപ്പോലെ കുരിശേ മരിക്കും. പത്രോസിന് അന്നേരം മനസ്സിലായില്ല എന്തുകൊണ്ടാണ് കർത്താവ് അത് പറഞ്ഞതെന്ന്.